അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് കാലമായിട്ട് ഇത് വെളിച്ചം കാണാതിരിക്കുകയായിരുന്നു. കുറേ ഗവൺമെൻറ്റിൻ്റെ പൈസ അതിൻ്റെ ഭാഗമായിട്ട്, കോടികൾ അതിൻ്റെ ഭാഗമായിട്ട്, കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ചിലവഴിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത് പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ അതിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പലതും ഇങ്ങനെ അപസർപ്പകഥകൾ പറയുന്നത് പോലെ പറഞ്ഞതല്ലാതെ നേരിട്ട് ആരെങ്കിലും ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ, ആരെങ്കിലും കുറ്റക്കാരനാക്കുന്ന രീതിയിലോ യാതൊരുവിധ ഫൈൻഡിങ്സോ ഇല്ല. കുറേ പൊതുവായ കാര്യങ്ങൾ, ആർക്ക് വേണമെങ്കിലും പുറത്തിരുന്ന് എഴുതാവുന്ന കുറേ പൊതുവായ കാര്യങ്ങൾ എഴുതുന്ന പോലെ കുറേ പവർ ഗ്രൂപ്പുണ്ട്, 15 പവർ ഗ്രൂപ്പുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നല്ലാതെ നേരിട്ട് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന യാതൊരു വിവരവും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പല ഫാക്റ്റുകളും പലരുമായിട്ടും സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരെങ്കിലും ഒരാളെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെയോ ഒക്കെ നേരിട്ട് കുറ്റപ്പെടുത്താൻ പറ്റിയ യാതൊരു വാർത്തയും അതിലില്ല. സംഘടനകൾ പോലും നേരിട്ട് കുറ്റപ്പെടുത്താൻ അതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല. ആ രീതിയിൽ വരുമ്പോൾ ഇതൊരു പ്രശ്നം പോലെയാണോ എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കും. പലരും ഇങ്ങനെ പറഞ്ഞു, ആരെ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ആരെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള വാർത്തകളൊന്നും സജീവമല്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് വലിയ രീതിയിൽ പല കഥകളും പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കുക മാത്രമാണ് ഇത് ചെയ്യുന്നത്. നേരിട്ട് യാതൊരുവിധ ബന്ധവും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. പിന്നെ ഇത് വാർത്ത വന്നതോടുകൂടി ആരൊക്കെയാണ് വിലപ്പെട്ട നടന്മാരാരൊക്കെയാണ്, പ്രധാനപ്പെട്ടവരാരാണ്, സൂപ്പർ സ്റ്റാറുകൾ എന്തൊക്കെ ചെയ്തു, ഇങ്ങനെ ആർക്കും നേരിട്ടൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാർത്തകൾ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. നേരിട്ട് ഒരാൾ ഉൾപ്പെട്ട ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഒരു ഇൻസിഡൻറ്റ് ഇതിൽ പരാമർശിച്ചിട്ടില്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ റിപ്പോർട്ട് ആ രീതിയിലൊരു കേസെടുക്കാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റക്കാരനാക്കുന്ന രീതിയിലോ യാതൊരുവിധ ഫൈൻഡിങ്സും നടത്തിയിട്ടില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ പണം കളഞ്ഞു എന്നല്ലാതെ ഇതുകൊണ്ട് നേരിട്ട് യാതൊരുവിധ ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണ്. പിന്നെ എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഗവൺമെൻറ് നേരിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നീക്കവും ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുമില്ല.